ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പുതുതായി COVID-19 സ്ഥിരീകരിച്ച ദിവസമാണിന്ന്. ഇന്നലെ ഒരു മരണവുമുണ്ടായി. മുംബൈയിൽ നിന്നെത്തിയ ചാവക്കാട് സ്വദേശി 73 വയസ്സുള്ള ഖദീജക്കുട്ടിയാണ് മരണമടഞ്ഞത്. അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 42 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. നെഗറ്റീവില്ല. കണ്ണൂർ 12, കാസർഗോഡ് 7, കോഴിക്കോട് പാലക്കാട് 5 വീതം, തൃശ്ശൂർ മലപ്പുറം 4 വീതം, കോട്ടയം 2, കൊല്ലം പത്തനംതിട്ട വയനാട് 1 വീതം. ഇങ്ങനെയാണ് പരിശോധനാ ഫലം പോസിറ്റീവായത്. 2 പേര് നെഗറ്റീവായിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ല എന്നുള്ളതല്ല, 2 പേര് നെഗറ്റീവായിട്ടുണ്ട്. ഇന്ന് പോസിറ്റീവായതിൽ 21 പേർ മഹാരാഷ്ട്രയിൽ നിന്നെത്തിയവരാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും രോഗബാധയുണ്ടായി. വിദേശത്ത് നിന്ന് വന്ന 17 പേർക്കാണ് COVID-19 പോസിറ്റീവായത്. കണ്ണൂരിൽ ഒരാൾക്ക് സമ്പർക്കം മൂലമാണ്. കോഴിക്കോട് ഒരു ഹെൽത്ത് വർക്കർക്കാണ് രോഗബാധ. ഇതുവരെ 732 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 216 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 84,258 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 83,649 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻ്റൈനിലോ ആണ്. 609 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 162 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 51,310 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 49,535 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 7,772 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 6,630 നെഗറ്റീവായിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ 36 പേർ വീതമാണ് വൈറസ് ബാധിച്ച് ചികിത്സയിലുള്ളത്. പാലക്കാട് 26, കാസർഗോഡ് 21, കോഴിക്കോട് 19, തൃശ്ശൂർ 16. ഇങ്ങനെയാണ് കൂടുതൽ പേർ ചികിത്സയിലുള്ള മറ്റ് ജില്ലകൾ. 28 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ഇതുവരെ 91,344 പേരാണ് കര, കടൽ, വ്യോമമാർഗങ്ങളിലൂടെ വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിയത്. ഇവരിൽ 2,961 ഗർഭിണികളും
1618 വയോജനങ്ങളും 805 കുട്ടികളുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ എണ്ണം 82,299. 43 വിമാനങ്ങളിലായി 9,367 ആളുകളാണ് എത്തിയത്. അവരിൽ 157 പേർ ആശുപത്രികളിൽ ക്വാറന്റൈനിലാണ്. ഇന്ന് വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന ഗൗരവമായ മുന്നറിയിപ്പാണ്. കോവിഡ് പ്രതിരോധ സന്നാഹങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന സന്ദേശവുമാണത്. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇനിയും വരും. ഒരു കേരളീയന് മുന്നിലും നമ്മുടെ വാതിലുകൾ കൊട്ടിയടക്കില്ല. രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് എന്നതുകൊണ്ട് പരിഭ്രമിച്ച് നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കാനും നാം തയ്യാറല്ല. എല്ലാവർക്കും കൃത്യമായ പരിശോധനയും ചികിത്സയും പരിചരണവും നൽകും. ഇങ്ങോട്ട് വരുന്നവരിൽ അത്യാസന്ന നിലയിലുള്ള രോഗികളുമുണ്ടാകാം. കൂടുതൽ ആളുകളെ ആശുപത്രിയിൽ കിടത്തേണ്ടി വന്നേക്കാം. ഇതൊക്കെ സാധ്യമാകുന്ന രീതിയിൽ വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഇടപെടലിനാണ് മുൻതൂക്കം നൽകുക. അതേസമയം നാം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ ഇളവുകൾ നൽകുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതല്ലാതെ ആഘോഷിക്കാനായി ആരും ഇറങ്ങി പുറപ്പെടരുത്. പൊതുഗതാഗതം ഭാഗികമായി ആരംഭിച്ചതോടെ പല ഭാഗങ്ങളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികളെയും വയോജനങ്ങളെയും കൂട്ടി പുറത്തിറങ്ങുന്ന സ്ഥിതി വരെയുണ്ട്. റിവേഴ്സ് ക്വാറന്റൈൻ നിർദ്ദേശിക്കുന്നത് വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കും ഇതര രോഗങ്ങളുള്ളവർക്കും വൈറസ് ബാധ ഉണ്ടാകാതിരിക്കാനാണ്. അത് മനസ്സിലാക്കി അവരെ സുരക്ഷിതമായി വീടുകളിൽ ഇരുത്തേണ്ടവർ തന്നെ എല്ലാം മറന്നുപോകുന്ന സ്ഥിതി ഉണ്ടാകരുത്. ഇതൊന്നും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളല്ല, സ്വയം ബോധ്യപ്പെട്ട് ചെയ്യേണ്ടതാണ്. അത് മറന്നു പോകുമ്പോഴാണ് കേസെടുക്കേണ്ടി വരുന്നതും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതും. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി അവശേഷിക്കുന്ന പരീക്ഷകൾ മെയ് 26 മുതൽ 30 വരെയാണ് നടക്കുക. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരീക്ഷ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമാധ്യാപകർക്കും നൽകി. പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കൽ, ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കൽ,
പരീക്ഷാ കേന്ദ്ര മാറ്റം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കൽ, ചോദ്യപേപ്പറുകളുടെ സുരക്ഷ, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരീക്ഷാ ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങൾ, പരീക്ഷാ സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിവയും നൽകി. കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളിലെ പരീക്ഷകൾ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് എത്തിച്ചേരുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എന്നിവയിലും ധാരണയായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് 14 ദിവസം ക്വാറൻറ്റൈൻ വേണം. അവർക്ക് പരീക്ഷയ്ക്ക് പ്രത്യേക സൗകര്യമൊരുക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണുകളുള്ളവർക്ക് പ്രത്യേക ഇരിപ്പിടമായിരിക്കും. ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്ന ആളുകൾ ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നുണ്ടെങ്കിൽ ആ വീടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവർക്കും പ്രത്യേക സൗകര്യമായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളെയും തെർമൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യപരിശോധന വേണ്ടവർക്ക് അത് നൽകാനുള്ള സംവിധാനവും സ്കൂളുകളിലുണ്ടാകും. അധ്യാപകർ ഗ്ലൗസ് ധരിക്കും. ഉത്തരക്കടലാസ് 7 ദിവസം പരീക്ഷാ കേന്ദ്രത്തിൽ തന്നെ സൂക്ഷിക്കും. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ കുട്ടികൾ കുളിച്ച് ദേഹം ശുചിയാക്കിയ ശേഷം മാത്രമേ വീട്ടുകാരുമായി ഇടപെടാൻ പാടുള്ളൂ. പരീക്ഷ നടക്കുന്ന എല്ലാ സ്കൂളുകളും ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ അണുവിമുക്തമാക്കും. തെർമൽ സ്ക്രീനിങ്ങിനായി പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് 5000 IR തെർമോമീറ്റർ വാങ്ങും. ആവശ്യമായ സാനിറ്റൈസർ, സോപ്പ് എന്നിവ എല്ലാ വിദ്യാലയങ്ങളിലും ലഭ്യമാക്കുന്നതിന് പ്രഥമാധ്യാപകർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പാലിക്കേണ്ട ആരോഗ്യ ചിട്ടകളടങ്ങിയ അറിയിപ്പും മാസ്കും കുട്ടികൾക്ക് വീടുകളിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളയെ ചുമതലപ്പെടുത്തി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂളുകളിൽ കുട്ടികൾക്ക് മാസ്കുകൾ NSS വഴി വിതരണം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, ഗതാഗത വകുപ്പ് ഇവരുടെയെല്ലാം പിന്തുണ പരീക്ഷാ നടത്തിപ്പിനുണ്ടാകും. പരീക്ഷാ കേന്ദ്ര മാറ്റത്തിനായി SSLC 1866, HSC 8835, VHSC 219 വിഭാഗങ്ങളിലായി 10920 കുട്ടികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മാറ്റം അനുവദിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ചോദ്യപേപ്പറുകൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ അനുവദിക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ എത്തിക്കും. ഗൾഫ്, ലക്ഷദ്വീപ് മേഖലകളിലെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും പരീക്ഷ നടത്തിപ്പിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗൾഫിലെ സ്കൂളുകളിൽ പരീക്ഷ നടത്തുന്നതിനുള്ള അനുമതി ലഭ്യമായിട്ടുണ്ട്. മുഴുവൻ കുട്ടികൾക്കും പരീക്ഷ എഴുതാനും ഉപരിപഠനത്തിന്
സൗകര്യപ്പെടുത്താനുമുള്ള അവസരമൊരുക്കും. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതികളിൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ അവർ ആശങ്കപ്പെടേണ്ടതില്ല. അവർക്ക് ഉപരിപഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടാത്ത രീതിയിൽ സേ പരീക്ഷയ്ക്കൊപ്പം റെഗുലർ പരീക്ഷ നടത്തി അവസരമൊരുക്കുന്നതാണ്. പരീക്ഷയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലും ഓരോ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസുകളിലും 23/5/2020 മുതൽ വാർ റൂമുകൾ പ്രവർത്തിക്കും. ലോക്ക്ഡൗണിന് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ തുറക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജൂൺ 1 തന്നെ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. റെഗുലർ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുന്നതുവരെ ഓൺലൈൻ ക്ലാസുകൾ നടത്തണം. ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾക്കുള്ള ക്രമീകരണത്തിനായി പ്രിൻസിപ്പൽമാരെ ചുമതലപ്പെടുത്തി. ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നുണ്ടെന്നും പ്രിൻസിപ്പൽമാർ ഉറപ്പുവരുത്തണം. സർവകലാശാല പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ച് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഓൺലൈൻ പഠനരീതി ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വിക്ടേഴ്സ് ചാനൽ പോലെ TV, DTH, റേഡിയോ തുടങ്ങിയവ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ പ്രവർത്തനക്രമങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. വൈറസ് ബാധ തടയുന്നതിന് രാപ്പകൽ ജോലി ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് പോലീസിൻ്റെ പ്രവർത്തനക്രമത്തിൽ വരുത്തിയ മാറ്റം. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഭാരം കുറഞ്ഞതും പുതുമയാർന്നതുമായ ഫേസ് ഷീൽഡുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ 2000 ഫേസ് ഷീൽഡുകൾ പോലീസിന് ലഭ്യമാക്കിയിട്ടുണ്ട്. സാധാരണ മഴക്കോട്ട് PPE കിറ്റായി രൂപാന്തരപ്പെടുത്താനുള്ള പദ്ധതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സഹകരണത്തോടെ പോലീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ മൂടുന്ന മഴക്കോട്ടും ബന്ധപ്പെട്ട മറ്റാവരണങ്ങളുമൊക്കെ കഴുകി ഉപയോഗിക്കാവുന്നതും ധരിക്കാൻ സഹായപ്രദവുമാണ്. മഴയിൽ നിന്നും വൈറസിൽ നിന്നും ഒരുപോലെ സംരക്ഷണം ലഭിക്കത്തക്ക രീതിയിലാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ഗാർഹിക പീഡനം തടയുന്നതിനായി എല്ലാ ജില്ലകളിലും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തനം തുടങ്ങി. എല്ലാ ജില്ലകളിലെയും ഇത്തരം കേന്ദ്രങ്ങളിൽ ഇതുവരെ 340 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 254 എണ്ണത്തിൽ കൗൺസിലിങ്ങിലൂടെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലെ സൗഹൃദാന്തരീക്ഷം നിലനിർത്തുന്ന രീതിയിൽ കൗൺസിലിംഗ് നൽകാൻ ഈ സെൻറ്റർ മുഖേന കഴിയും. ജനങ്ങൾ
റെയിൽപാതകളിലൂടെ നടക്കുന്നതും ഇരിക്കുന്നതുമായ വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേക യാത്രാ തീവണ്ടികളും ചരക്ക് തീവണ്ടികളും ഏത് സമയത്തും അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. റെയിൽ പാളങ്ങളിലൂടെയുള്ള കാൽനട യാത്ര തടയാൻ പോലീസ് ശ്രദ്ധിക്കും. ആറ്റിങ്ങൽ ആലങ്കോട് പലഹാര നിർമ്മാണ യൂണിറ്റിൽ നിന്നും നഗരസഭ പിടിച്ചെടുത്ത 20 ചാക്ക് പലഹാരത്തിലും നിർമ്മാണ തീയതി ഒരാഴ്ചക്ക് ശേഷമുള്ളത് എന്ന് റിപ്പോർട്ട് കണ്ടു. മെയ് 20 പിടികൂടിയ പലഹാരങ്ങളിൽ നിർമ്മാണ തീയതിയായി രേഖപ്പെടുത്തിയത് മെയ് 26 ലോക്ക്ഡൗൺ സമയത്ത് പലരും പാക്കറ്റിലാക്കിയ ഭക്ഷണത്തെ ആശ്രയിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ ഈ രീതിയിൽ കൃത്രിമം നടത്തുന്നത് അപകടകരമാണ്. ഇത് തടയാൻ നടപടി സ്വീകരിക്കും. ബസ്സുകളിലും ഓട്ടോകളിലും അനുവദിച്ചതിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നു. മാസ്ക് ധരിക്കാതെയും യാത്ര ചെയ്യുന്നുണ്ട്. ഇത് തടയാൻ പോലീസിൻ്റെ ഇടപെടലുണ്ടാകും. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകേണ്ടവർക്കായി പ്രത്യേക പോർട്ടൽ ആരംഭിക്കും. വിവിധ രാജ്യങ്ങളിൽ പോകേണ്ടവർക്ക് ആരോഗ്യ പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ ഇതിലൂടെ ലഭ്യമാക്കും. മാസ്ക് ധരിക്കാത്തതിന് സംസ്ഥാനത്ത് ഇന്ന് 4047 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 100 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ലോക്ക്ഡൗൺ കാരണം അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. KSEBക്ക് വലിയ ബിൽ ഒരുമിച്ചടക്കേണ്ട അവസ്ഥയിലാണ് അത്തരക്കാർ. അവർക്ക് ഫിക്സഡ് ചാർജിൽ ഇളവ് നൽകാനും പലിശ ഒഴിവാക്കാനും നടപടിയെടുക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച MSMEകൾക്ക് നിലവിലുള്ള വായ്പയുടെ 20% പുതിയ ഈടില്ലാതെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യം കേരളത്തിലെ MSMEകൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നതിന് പ്രത്യേക പോർട്ടൽ തുടങ്ങാനും ആലോചനയുണ്ട്. COVID-19 മഹാമാരിയുടെ പ്രതിസന്ധി തീരുമ്പോൾ നമുക്ക് പുതിയ അവസരങ്ങൾ ധാരാളമായി കൈവരുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വ്യവസായത്തിലും കൃഷിയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള പരിശ്രമം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതവും സമാധാനപൂർണവുമായ പ്രദേശം എന്ന ഖ്യാതി ഇപ്പോൾ കേരളത്തിന് കൈവന്നിട്ടുണ്ട്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി കേരളത്തെ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ പദ്ധതികൾക്ക് ഫിക്കി പൂർണ്ണ പിന്തുണയും സഹകരണവും അറിയിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഒരു വെബിനാറിൽ
ഇന്നലെ പങ്കെടുത്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് ചില നല്ല നിർദ്ദേശങ്ങൾ ഫിക്കി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് സർക്കാർ പരിഗണിക്കും. ഫിക്കിയുടെ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് എന്ന പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ പുരോഗതി ലൈഫ് മിഷൻ യോഗം വിലയിരുത്തി. കോവിഡ്-19 തുടർന്നുള്ള പ്രശ്നങ്ങൾ ഈ പദ്ധതിയെയും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 1ഉം 2ഉം ഘട്ടങ്ങളിലായി 2,19,154 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. പല കാരണങ്ങളാൽ നിർമ്മാണം മുടങ്ങിപ്പോയ വീടുകളുടെ പൂർത്തീകരണമാണ് 1ാം ഘട്ടത്തിൽ ഏറ്റെടുത്തത്. ഇതിൽ 52,084 വീടുകൾ പൂർത്തിയായി. ഈ വിഭാഗത്തിലാകെ 54,169 അർഹരെയാണ് കണ്ടെത്തിയത്. ഇതിൽ 96.15% പൂർത്തിയായി. ബാക്കിയുള്ളതിൽ 1,266 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ കാര്യമാണ് ഏറ്റെടുത്തത്. ഇതിൽ 77,424 വീടുകൾ പൂർത്തിയായി. 81.38%. ബാക്കിയുള്ള 17,712 വീടുകളിൽ പുതുതായി എഗ്രിമെൻ്റ് വെച്ച 2,065 വീടുകൾ ഒഴികെ ബാക്കിയുള്ളവ വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണ പുരോഗതിയിലാണ്. ഇതുകൂടാതെ മറ്റ് വിഭാഗങ്ങളിൽ പൂർത്തിയായ വീടുകൾ PMAY അർബൻ 48,446, PMAY റൂറൽ 16,703, പട്ടികജാതി വിഭാഗം 19,018, പട്ടികവർഗ വിഭാഗം 1,745, മത്സ്യത്തൊഴിലാളി വിഭാഗം 3,734. 2ാം ഘട്ടത്തിൽ 3,332 കോടി രൂപ ഗുണഭോക്താക്കൾക്ക് ധനസഹായമായി നൽകിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ 4 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത്. ഭൂമിയോ വീടോ ഇല്ലാത്തവരുടെ പുനരധിവാസമാണ് 3ാം ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്. ഈ വിഭാഗത്തിൽ അർഹരായ 1,06,792 പേരെയാണ് കണ്ടെത്തിയത്. ഗുണഭോക്താക്കളുടെ പഞ്ചായത്ത് തലത്തിൽ ലിസ്റ്റ് നോക്കിയപ്പോൾ പല പഞ്ചായത്തുകളിലും അർഹരായവർ കുറവാണ്. ഗുണഭോക്താക്കളുടെ എണ്ണം 80 അതിൽ കുറവോ ആയ പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളുടെ സഹായത്തോടെ ഭൂമി കണ്ടെത്തി പ്രത്യേകം വീട് നിർമ്മിച്ച് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 627 പഞ്ചായത്തുകളിൽ ഗുണഭോക്താക്കളുടെ എണ്ണം 80 അതിൽ കുറവോ ആണെന്നാണ് കണ്ടെത്തിയത്. ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് വിവിധ ജില്ലകളിലായി 300ഓളം സർക്കാർ സ്ഥലങ്ങൾ ലൈഫ് മിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 100ഓളം കേന്ദ്രങ്ങളിൽ ഉടനെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. 7 സമുച്ചയങ്ങളുടെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചു. 9 എണ്ണം ഉടനെ തുടങ്ങും. ഈ 16 സമുച്ചയങ്ങളും
2020 ഡിസംബറിൽ പൂർത്തിയാക്കും. ഇതുകൂടാതെ 15 സമുച്ചയങ്ങൾക്ക് ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു. ഇതടക്കം 100ഓളം സമുച്ചയങ്ങൾ 2021 ജനുവരിയോടെ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിസന്ധിക്കിടയിലും 2.19 ലക്ഷം പേർക്ക് ഇതിനകം പാർപ്പിടമൊരുക്കി. ഇത് ഈ രംഗത്ത് സർക്കാർ നടത്തിയ ഇടപെടലിൻ്റെ വിജയമാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൻ്റെ പുരോഗതിയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശ്ലാഘനീയമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഒരു മാസത്തെ റംസാൻ വ്രതത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈദുൽ ഫിത്തർ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് നാളെയോ മറ്റന്നാളോ ചെറിയ പെരുന്നാളാകും. ലോകമെങ്ങുമുള്ള കേരളീയ സഹോദരങ്ങൾക്ക് ഈദുൽ ഫിത്തർ ആശംസിക്കുന്നു. കോവിഡ്-19 കാരണം മുൻപൊരിക്കലുമില്ലാത്ത പ്രതിസന്ധിയിലൂടെയും ദുരിതത്തിലൂടെയും ലോകം കടന്നു പോകുമ്പോഴാണ് റമദാനും ചെറിയ പെരുന്നാളും വരുന്നത്. സഹനമാണ് ജീവിതം എന്ന സന്ദേശം ഉൾക്കൊണ്ട് റമദാൻ വ്രതം എടുക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ് പെരുന്നാൾ. എന്നാൽ പതിവ് രീതിയിലുള്ള ആഘോഷത്തിൻ്റെ സാഹചര്യം ലോകത്തെവിടെയുമില്ല. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുചേർന്ന് പെരുന്നാൾ നമസ്കരിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് വലിയ പുണ്യകർമ്മമാണ്. ഇത്തവണ പെരുന്നാൾ നമസ്കാരം അവരവരുടെ വീടുകളിൽ തന്നെയാണ് എല്ലാവരും നിർവഹിക്കുന്നത്. മനപ്രയാസത്തോടെയാണെങ്കിലും സമൂഹത്തിൻ്റെ സുരക്ഷയും താൽപ്പര്യവും മുൻനിർത്തിയാണ് മുസ്ലിം സമുദായ നേതാക്കൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്ഥിതിസമത്വത്തിൻ്റെയും സഹനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ഈദുൽ ഫിത്തർ നൽകുന്നത്. ഇതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. പെരുന്നാൾ ദിനത്തിൽ വിഭവങ്ങൾ ഒരുക്കാൻ മാസപ്പിറവി കണ്ട ശേഷം രാത്രി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന പതിവുണ്ട്. രാത്രി നിയന്ത്രണം അതിന് തടസ്സമാകും. ഇത് കണക്കിലെടുത്ത് ഇന്നും മാസപ്പിറവി ഇന്ന് കാണുന്നില്ലെങ്കിൽ നാളെയും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാത്രി 9 മണിവരെ തുറക്കാൻ അനുവദിക്കും. ഈ ഞായറാഴ്ച പെരുന്നാളാവുകയാണെങ്കിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൽ ചില ഇളവുകൾ അനുവദിക്കും. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ ക്യാമ്പസിലെ SFI യൂണിറ്റും മുൻകാല പ്രവർത്തകരും ചേർന്ന് 1111 PPE കിറ്റുകൾ നേരത്തെ 2,10,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്കും ഇവർ കൈമാറിയിരുന്നു. ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ICU വെന്റിലേറ്ററും സായി വേദവാഹിനി പരിഷത്ത് ഒരു അൾട്രാസൗണ്ട് സ്കാനറും നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസം നൽകുന്നത് ടൂറിസം മേഖലയിലെ സംഘടനകൾ KTM സൊസൈറ്റി, SKHF, SIHRA, ATTOI 53 ലക്ഷം രൂപ.
നെടുമങ്ങാട് നഗരസഭ 50 ലക്ഷം. ക്രഷർ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ RMCU ഇടുക്കി ജില്ലാ കമ്മിറ്റി 30 ലക്ഷം. കേരള സംസ്ഥാന പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലം ജില്ല 21.75 ലക്ഷം. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി 21,62,751 രൂപ. 62 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നേരത്തെ സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഇത്തിത്താനം ജനതാ സർവീസ് സഹകരണ ബാങ്ക് 2 ഗഡുക്കളായി 15,54,358 രൂപ. അക്ഷയ് ഗ്രാനൈറ്റ്സ് 10 ലക്ഷം. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം. വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. അയിരൂർപ്പാറ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ 9,59,172 രൂപ. നെയ്യാറ്റിൻകര നഗരസഭ 8 ലക്ഷം രൂപ. പട്ടികജാതി ക്ഷേമനിധി സംസ്ഥാന കമ്മിറ്റി 5,55,555 രൂപ. മലപ്പുറം ന്യൂ പന്നിപ്പാറ ബ്രിക്സ് ആൻഡ് മെറ്റൽസും സഹോദര സ്ഥാപനമായ കോഴിക്കോട് അലീഫ് ബിൽഡേഴ്സും ചേർന്ന് 5 ലക്ഷം രൂപ. പ്രവാസി ഭാരതീയർ കേരളീയർ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് PD രാജൻ 1 മാസത്തെ ശമ്പളം 2,12,000 രൂപ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായനാജി തൻ്റെ ഉടമസ്ഥതയിലുള്ള കാലിക്കറ്റ് ഗ്രാനൈറ്റ് വഴി 3 ലക്ഷം രൂപ. പ്രവാസി ക്ഷേമനിധിയിൽ അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ അംഗത്വം പുതുക്കുന്നതിന് ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. 6 മാസത്തേക്ക് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി കുടിശ്ശിക ഒറ്റത്തവണയായി അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.